ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വലിയൊരു വില്ല പ്രൊജക്ടിനകത്ത് 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ളൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനങ്ങൾ കടന്നു പോകുന്ന ടാർ റോഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അവിടെ നിന്ന് നേരെ ഈ ഒരു ടൈല് വിരിച്ച വഴി കണ്ടിന്യൂ ചെയ്താണ് ഈ ഒരു വില്ലകളിലേക്ക് വരുന്നത്. ഏകദേശം നമുക്കൊരു 20ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ട് 2 ഫേസ് ആയിട്ടാണ്. രണ്ടാമത്തെ ഫേസിലാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നൈബേഴ്സിന്റെ കൂടെയൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിലായിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. ഇവിടെ നിന്ന് ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 6.8 കിലോമീറ്റർ ആണ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ 4.9 കിലോമീറ്റർ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്, 3.7 കിലോമീറ്റർ. നിങ്ങൾക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററുമാണ്. എയർപോർട്ട് വളരെ ഈസിയാണ്. വെറും 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ക്ലാഡിംഗ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ ഭംഗിയായിട്ട് 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഒരു മൈൻഡിലേക്ക് എളുപ്പത്തിൽ കയറി കൂടുന്ന നല്ലൊരു ഡിസൈനാണ് വീടിന് വരുന്നത്. ബോക്സി ഷേപ്പ് ആണെങ്കിൽ പോലും ഒരു കണ്ടംപററി സ്റ്റൈൽ കൂടിയാണ് വരുന്നുണ്ട്. മുകളിലെ പോർഷനൊക്കെ ഗ്ലാസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. മുകളിലും താഴെയും ബാൽക്കണിയുടെ പോർഷനൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും വീട് കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളും മാത്രമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പില്ലറിന്റെ പോർഷനൊക്കെ നോക്കിയാലും ക്ലൈഡിംഗ് ടൈലുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നേരെ വരുമ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ കാർ ഈ കാണുന്ന പോർച്ചിൽ പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. EV വെഹിക്കിൾസിന് ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട്. പോർച്ചിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട്, പോർച്ചിന്റെ മാത്രമല്ല നിങ്ങൾ സിറ്റ് ഔട്ട് എൻഡ് ചെയ്യുന്ന പോർഷൻ വരെ റൂഫ് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മുറ്റം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. എൻഡ് ചെയ്യുന്ന ആ ഒരു മതിലിന്റെ പോർഷനിൽ നോക്കിയാൽ ഭംഗിയായിട്ടൊരു വാട്ടർ ഫൗണ്ടൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് ഭംഗിയുള്ളൊരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏരിയ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു പാറ്റോ ഏരിയ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് എൻട്രി ആവുന്ന രീതിയിലാണ് പാറ്റോ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ക്ലാഡിംഗ് ടൈലുകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. നേരെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് KW വാട്ടർ കൂടി എടുക്കാവുന്നതാണ്. സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിന്റെ ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത്. ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടില് കാർ പോർഷന്റെ സൈഡ് പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ പ്ലാന്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് സ്റ്റോൺസും ബാക്കിലേക്ക് ടൈലും ആണ് ഒട്ടിച്ചിരിക്കുന്നത്. എൻഡ് പോർഷനിലായിട്ട് നിങ്ങൾക്കൊരു അലക്കുകല്ല് കൂടി കിട്ടുന്നുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റ് വിരിച്ച വലിയൊരു സിറ്റ് ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 4ഓ 5ഓ ചെയറുകൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ട് 2 പീസിലാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങൾ കംപ്ലീറ്റ് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. മെയിൻ ഡോർ വെസ്റ്റ് ഫേസിംഗ് ആണ്, പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. ഈ വീട്ടിൽ നിങ്ങൾക്ക് വലിയൊരു ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 18 അടി നീളവും 9.5 അടി വീതിയുമുള്ള വലിയൊരു ലെങ്തി ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ വലിയ ടൈലുകളാണ്. നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഭംഗിയായിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നിങ്ങളൊന്ന് ചുറ്റിനും നോക്കിക്കോളൂ. നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ വിൻഡോസിന്റെ സെയിം പ്രപ്പോർഷനിൽ തന്നെ മുകളിൽ നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിന്റെ ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കടന്നു വരുന്ന ഭാഗത്ത് അവിടെയും പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ എൻട്രൻസും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ട് ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കേബിളിലെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ടൈൽസ് ഒക്കെ വുഡിൽ ചെയ്തിട്ട് കംപ്ലീറ്റ്
ഗ്ലാസ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 അടി നീളവും 8.5 അടി വീതിയുമുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വിൻഡോസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരെ പാറ്റോ ഏരിയയിലേക്ക് എൻട്രൻസ് ഉണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകൾ നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് നല്ലൊരു വാഷ് ഏരിയ കിട്ടുന്നുണ്ട്. ജാഗ്വാറിന്റെയാണ് വാഷ് ബേസിൻ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിക്കോളും. ഭംഗിയായിട്ട് പാനലിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ചെയ്തിട്ട് ബേസ് വരുന്നത് ഒരു ഗ്രാനൈറ്റ് ആണ്, വൈറ്റ് കളർ. അതിന്റെ താഴേക്ക് കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഷേപ്പിൽ തന്നെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ കവർ ചെയ്തിട്ടുള്ള പോർഷനുകളെല്ലാം തന്നെ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ വരുന്നുണ്ട്. ബാക്കി ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഭാഗം നോക്കുവാണെങ്കിൽ ഏറ്റവും എൻഡിലാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഫുൾ ആയിട്ട് ഭംഗിയുള്ള ഡിസൈനിലാണ് പാനലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് തന്നെ നമുക്ക് കംപ്ലീറ്റ് വുഡനാണ്. അതുകൂടാതെ റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു വോളിൽ ഫുൾ ആയിട്ട് തന്നെ ഭംഗിയായിട്ടും വലിയ പാനലിംഗ് ബോർഡുകൾ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് LED സ്ട്രിപ്പുകളും കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചണിന്റെ സ്ഥാനം. എൻട്രൻസിൽ തന്നെ ഭംഗിയായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. കൗണ്ടർ ടോപ്പ് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചണിന്റെ അകത്തുള്ള കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനുകളിൽ 3 ലെയറുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ബാസ്ക്കറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലെ ടൈലുകളൊക്കെ മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ആയിട്ടൊരു ചിമ്മിണി കിട്ടുന്നുണ്ട്. ആ ഭാഗത്ത് വിൻഡോസ് ഉണ്ട്, ഇവിടെയും വിൻഡോസ് ഉണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയ ഡിസൈൻ ആണെങ്കിലും ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പിന്റെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ കിച്ചന്റെ ഭാഗത്ത് ഇവിടെ നോക്കുവാണെങ്കിലും ഇതുപോലെ തന്നെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡോറ് തുറന്നാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാൻ ഫ്ലോറിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് നമുക്ക് അതിനായിട്ട് കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ഇവിടെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം ഈ കാണുന്നതാണ്. 13-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. സ്ട്രെയിറ്റ് വിൻഡോസ് ഉണ്ട്. റൈറ്റ് സൈഡിലും വിൻഡോസ് കിട്ടുന്നുണ്ട്. വിൻഡോസിന്റെ 2 സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഫോട്ടോസോ പെയിന്റിങ്സോ ഒക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലൈറ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് വളരെ സിമ്പിൾ ആണ്. പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ടാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറ് നോക്കുവാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. 14-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്ത് വിൻഡോസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് പെയിന്റിങ്സും ഫോട്ടോസും ഒക്കെ വെക്കാനായിട്ട് നല്ല അറേഞ്ച്മെന്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. റൂഫ് ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകളും നല്ലൊരു ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ടൈലുകൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടാണ് ടൈലുകൾ വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും തന്നെ ജാഗ്വാറിലാണ് വരുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കടന്നു വന്ന ആ ഒരു വഴി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് നമ്മൾ കയറി ആദ്യത്തെ ലാൻഡിങ്ങിലൊക്കെ വരുമ്പോൾ നല്ല സ്പേസ് ആണ്. നിങ്ങൾക്ക് ഫ്ലവർ പോട്ട്സ് ഒക്കെ വയ്ക്കാൻ ആ ഏരിയ യൂസ് ചെയ്യാം. ഈ ഭാഗത്ത് 4 വിൻഡോസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റൂഫിലുള്ള ഭാഗത്ത് നോക്കിയാലും ഭംഗിയായിട്ടൊരു ചെറിയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. ഹാളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്റ്റെപ്പ് കയറി നേരെ നിൽക്കുന്ന ഈ ഒരു പോർഷന് ഇവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ആണ് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ സേഫ് ആയിട്ട് ഒരു റൂം ആയിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. റൂഫൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡോർ ഉണ്ട്. ഡോറ് തുറന്നാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. അത് കംപ്ലീറ്റ് കോൺക്രീറ്റിലാണ് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിനായിട്ട് വലിയൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് സിമ്പിൾ ആയിട്ട് കബോർഡുകളോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമുക്ക് ഏകദേശം ഈ ഒരു പോർഷൻ വരെ ഹാൾ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്. റൂഫൊക്കെ ഭംഗിയായ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയ കാണുന്നത് നിങ്ങളുടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകാം. ഡോറ് തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. വലിയൊരു ബാൽക്കണി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള ബാൽക്കണിയും ഓപ്പൺ ആയിട്ടുള്ള ബാൽക്കണിയും കിട്ടുന്നുണ്ട്. സൺലൈറ്റിന്റെ ആവശ്യത്തിനൊക്കെ ആ ഒരു ഏരിയ യൂസ് ചെയ്യാം. കവേഡ് ആയിട്ടുള്ള ബാൽക്കണി നോക്കുവാണെങ്കിൽ റൂഫ് കംപ്ലീറ്റ്
പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളാണ് ഇനി കാണാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 13.5-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. സ്ട്രെയിറ്റ് നിങ്ങൾക്ക് വിൻഡോസും ഫോട്ടോസ് വെക്കാനുള്ള അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസും ഡോറും വരുന്നുണ്ട്. മിഡിൽ പോർഷനിലുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ ആയിട്ടും ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വ്യൂ തന്നെയാണ് ഇവിടെയും. നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഹാൻഡ് റെയിൽസ് സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ആൻഡ് ഗ്ലാസും റൂഫിൽ പാനലിംഗ് വർക്കുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ ഭംഗിയായ ഒരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാർ തന്നെയാണ്. താഴെ കണ്ടതുപോലെ ഭംഗിയായിട്ടുള്ള കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് കിട്ടുന്നത്. നാലാമത്തെ ബെഡ്റൂം 14 അടി നീളവും 10.5 അടി വീതിയുമാണ് കിട്ടുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസും ഇവിടെയൊക്കെ പെയിന്റിങ്ങും ഫോട്ടോസും വെക്കാനുള്ള സൗകര്യം ഈ ഒരു ബെഡ്റൂമിലും കിട്ടുന്നുണ്ട്. റൂഫും ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്ക് വരുന്നത്. നമുക്ക് നാലാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. 4 ബാത്റൂമുകളും സ്പേഷ്യസ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പോകുന്ന റൂട്ടിലാണ്. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. മെജോറിറ്റി വീടുകളിലും ആളുകൾ താമസമായി. ഈ ഒരു ഭാഗത്ത് വീടുകൾ വന്നാൽ വളരെ പെട്ടെന്നാണ് സെയിൽ ആവുന്നത്. കാരണം നല്ലൊരു ലൊക്കേഷനാണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ആക്സസുകളെല്ലാം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. 4 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ്. സെപ്പറേറ്റ് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും വെൽ വാട്ടറും അവൈലബിൾ ആണ്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയ ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,30,00,000 രൂപയാണ്. 1.30 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഒട്ടും വൈകണ്ട. നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വീടുകൾ വളരെ കുറവാണ്. ആവശ്യക്കാരേറെയും. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. ഫോൺ പിക്ക് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.